പശ്ചിമേഷ്യ സമ്പൂർണ്ണ യുദ്ധഭീതിയിൽ അമർന്നിരിക്കെ ലബനന് പിന്തുണയുമായി ഇറാൻ. ലബനനെതിരായ ആക്രമണം ഇസ്രയേൽ തുടർന്നാൽ ലബനനിലെ ഹിസ്ബുള്ളയ്ക്ക് പിന്തുണ നൽകുമെന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്റച്ചി മുന്നറിയിപ്പ് നൽകിയത്. UN സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു അഗ്റച്ചിയുടെ മുന്നറിയിപ്പ്. മേഖല സമ്പൂർണ്ണ ദുരന്തത്തിന്റെ വക്കിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ലബനനെതിരായ ആക്രമണം ഇസ്രയേൽ തുടർന്നാൽ എല്ലാവിധത്തിലുമുള്ള പിന്തുണ ലബനന്റെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയ്ക്ക് നൽകുമെന്നാണ് ഭീഷണി. മേഖല സമ്പൂർണ്ണ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ പരിശോധനകൾ അനിവാര്യമാണ്. അല്ലെങ്കിൽ ലോകമൊന്നാകെ അതിന്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടി വരുമെന്നും അഗ്റച്ചി മുന്നറിയിപ്പ് നൽകി. ഇസ്രയേൽ എല്ലാ സീമകളും മറികടന്നിരിക്കുന്നു. നിലവിലെ ഏറ്റുമുട്ടലിൽ ഇറാൻ എല്ലാ തരത്തിലും ലബനനൊപ്പം നിലയുറപ്പിക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഇറാന്റേത്. വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിൽ ഇടപെടണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. ലബനനിൽ 21 ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന ആവശ്യമുന്നയിച്ച് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന വന്നതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. സംഘർഷം നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും അതിർത്തികളിലുള്ള ജനങ്ങൾക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ UN ജനറൽ സെക്രട്ടറി സമ്മിറ്റിൽ പങ്കെടുക്കാൻ അമേരിക്കയിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രയേൽ ആക്രമണങ്ങളെ ഹിസ്ബുള്ള തിരിച്ചടിക്കുമ്പോൾ നടത്തിയ അമേരിക്കൻ സന്ദർശനത്തിൽ ഇസ്രയേലിൽ നെതന്യാഹുവിനെതിരെ വിമർശനം ശക്തമായിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ അഭാവത്തിൽ അടിയന്തര സാഹചര്യമുണ്ടായാൽ സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ചു ചേർക്കാനുള്ള ചുമതല വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റിസിനാണ്. ഇസ്രയേലിന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നൽകുന്ന പിന്തുണയാണ് എന്ത് ഹീനപ്രവർത്തികളും ചെയ്യാൻ ഇസ്രയേലിനെ പ്രേരിപ്പിക്കുന്നതെന്നാണ് ഇറാന്റെ കുറ്റപ്പെടുത്തൽ. വെടിനിർത്തൽ സാധ്യമായില്ലെങ്കിൽ സമാധാനം അസാധ്യമാകുമെന്നാണ് മുന്നറിയിപ്പ്. അന്താരാഷ്ട്ര സമൂഹത്തിന് മൗനം തുടരാനാകില്ലെന്നും UN സെക്യൂരിറ്റി കൗൺസിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ശക്തമായി പ്രതികരിക്കുകയും വേണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു.